ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ ബുള്ളറ്റിൻ്റെ വിശേഷങ്ങൾ, പഴയതും പുതിയതുമായ ബുള്ളറ്റ് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 പുതിയതായിട്ട് ഇറക്കിയേക്കുന്ന ബുള്ളറ്റാണ്. അതിനെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, വശങ്ങളിൽ നിന്നും കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് ഒരു ക്ലാസിക് 350 ആയിരുന്നു. അതൊരു 2018 മോഡലായിരുന്നു. ഞാൻ അന്നൊരു ബുള്ളറ്റ് എടുക്കണം, സ്റ്റാൻഡേർഡ് എടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു നടന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ല, ഒന്നാമത് 2 ഘടകങ്ങളാണ് എന്നെ അതിലേക്ക് പിന്നോട്ടടിച്ചത് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. ഒന്ന്, സെൽഫില്ല, കിക്കർ മാത്രമേ ഉള്ളൂ. കിക്കർ അടിച്ചൊരു വണ്ടി സ്റ്റാർട്ടാക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് ടെൻഷനാണ് എനിക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ ഈ കാണുന്ന പോലെ ടയറിലുള്ള പഴയ ടയറും പുതിയ ടയറും തമ്മിലുള്ളൊരു വ്യത്യാസം, അതായത് വലിയൊരു ഹെവി ആന പോലത്തെ ഒരു വാഹനത്തിന് കുതിരയുടെ കാല് പോലത്തെ ഒരു പിൻ ടയറാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 ഘടകങ്ങൾ കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറി ക്ലാസിക്കിലേക്ക് മാറാൻ കഴിയും. കാരണം സെൽഫും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഹെവിനെസ് വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ പഴയ റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ ബുള്ളറ്റുമായിട്ട് പുതിയൊരു ഇതുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടിയിൽ വന്ന വ്യത്യാസങ്ങളിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടതല്ലെങ്കിലും നമുക്കിപ്പോൾ ഇതിൽ ഹെഡ്ലൈറ്റിൻ്റെ ഒപ്പം കാണുന്ന ആ ഒരു ക്യാപ്പ് പോലത്തെ ഇത് കാണുന്നില്ല. പിന്നെ ഈ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷാസിയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പണ്ട് സിംഗിൾ ഇതായിരുന്നു, ഇതിപ്പോൾ ഡബിൾ ഇതിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ ബൈക്കുകൾ അല്ലെങ്കിൽ നേരത്തെ ബുള്ളറ്റിലൊക്കെ കണ്ടിരുന്ന പോലെ ഫ്യൂവൽ കൺട്രോൾ, ആ ഒരു റിസർവ്, മെയിൻ എന്നുള്ള ആ ഒരു വാൽവ് സംഭവങ്ങളൊന്നും കാണുന്നില്ല. പിന്നെയും ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ ബുള്ളറ്റിൻ്റെ ചെയിനും സോക്കറ്റും ഒക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. പഴയത് നമുക്കറിയാം ഗിയർ ലെഫ്റ്റ് സൈഡിലായിരുന്നെങ്കിലും അതിൻ്റെ ചെയിൻ സോക്കറ്റ് റൈറ്റ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ വളരെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു വിത്ത് കുറഞ്ഞൊരു ടയറായിരുന്നു. ഇത് കുറച്ചും കൂടി വിത്തുള്ള വണ്ടിയുടെ ഹെവിനെസ്സിന് ബാലൻസ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ടയറാണ് ഉള്ളത്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിത് ഡ്യുവൽ ചാനൽ ABS ഉള്ള ഡിസ്ക് ബ്രേക്കുള്ള ഒരു സിസ്റ്റം ഇതാണ് വരുന്നത്. പിന്നെ ഇതിന് കിക്കറില്ല. സാധാരണ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൽ കാണുന്ന പോലെ ഇതിന് കിക്കർ ഇല്ല എന്നുള്ളൊരു വ്യത്യാസമാണ് മെയിൻ എടുത്തു പറയേണ്ട രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിരുന്നു, പിന്നെ ഇഗ്നീഷൻ മോഡിലായിരുന്നു. അപ്പോൾ അത് ഒരു മാറ്റം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഗ്നീഷനും ഹാൻഡിൽ ലോക്കും എല്ലാം ഒരേ ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. പല പ്രാവശ്യം പഴയ ക്ലാസിക്കിൽ ഞാൻ പെട്ടെന്നെടുത്തപ്പോൾ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിൽ താഴത്തെ ചിലപ്പോൾ അൺലോക്ക് ചെയ്യാൻ ഞാൻ മറന്നു. നേരിട്ട് വണ്ടി ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും വണ്ടി ചരിഞ്ഞിരിക്കുന്നത് കാണുന്നത്. അതൊരു പോരായ്മയായിരുന്നു. അതിപ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട്. പലർക്കും പല ഇതായിരിക്കും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് ഇപ്പോൾ ചേഞ്ചസ് ആയിട്ടുണ്ട്. നേരത്തെ ഒരു എൻജിൻ കിൽ സ്വിച്ച് ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ സെൽഫിന് വേറെ സ്വിച്ച് ആയിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ഒറ്റ സ്വിച്ചിൽ വന്നിട്ടുണ്ട്. അതും ഒരു നല്ലൊരു പോസിറ്റീവ് ഫീച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കിൽ സ്വിച്ച് വരുമ്പോൾ അത് നമുക്ക് ചില സമയത്ത് നമ്മൾ ഓർക്കണമെന്നില്ല, അത് ഓഫാണോ ഓണാണോ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് വന്നതോടുകൂടി നമുക്ക് എൻജിൻ ഓഫ് ഓണ് അതുപോലെ തന്നെ സെൽഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും. അല്ലാതെ ഇതിപ്പോൾ ഓഫാണോ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഇതിൽ വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ആംബ് മീറ്റർ മാറിയിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ ഇതിൽ വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലമാണ് വരുന്നത്. നമ്മൾ കുറച്ചും കൂടി പൈസ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് GPS കൊടുക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ സ്പീഡോമീറ്റർ വരുന്നത് പഴയ രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ABS ബ്രേക്കിൻ്റെയും ബാറ്ററിയുടെയും സെയിം വേ ഗിയർ പൊസിഷനും കാണിക്കും. ഗിയർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ ഡിസ്പ്ലേയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ, ടോട്ടൽ കിലോമീറ്റർ ഓടിയത് കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഉണ്ട്, ടൈം കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വന്നേക്കുന്ന ഒരു മാറ്റം. ഓക്കെ. പിന്നെ ഇതിൽ പുതിയ ജനറേഷൻ ഇതുമായിട്ട് വരുമ്പോൾ ഹസാർഡസ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റ് ഓണാക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയാനുള്ളത് നമുക്ക് USB ചാർജിങ് പോർട്ട് ഇവർ നൽകിയിട്ടുണ്ട്. ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് ഇപ്പോൾ ലോങ് ട്രിപ്പ് പോകുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചാർജ് ചെയ്യാനുള്ളൊരു ഫീച്ചറായിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ പുതിയതും പഴയതുമായിട്ടുള്ള ബൈക്കുകൾ തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ എംബ്ലത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണ് ആ വ്യത്യാസം എന്ന് നിങ്ങൾ നോക്കിയിട്ട്
ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറയുക. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഡിഫറൻസ് പറയാനുള്ളത്, എടുത്തു പറയാനുള്ളത്. ബാക്കി ആകെ 137 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. റോയൽ എൻഫീൽഡിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.